സന്തോഷത്തിന്റെ ഒരു ഉണ്ടംപൊരി, അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ സ്വന്തം ഷെരീഫിക്കയുടെ അടുത്താണ്. അതേപോലെ തന്നെ ക്യൂബ്സുകൾ, പിന്നെ സൗഹൃദങ്ങൾ. അത് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട്. ആ ഒരു മാജിക്കാണ് ഇവിടെ കാട്ടാളന്ന് നടക്കുന്നത്. പോള് എൻ്റെ കൂട്ടുകാരനാണ്, കുറേ വർഷത്തെ പരിചയമുള്ളതാണ്. അതേപോലെ തന്നെ ഷെരീഫിക്കൻ ഷെരീഫിക്കനെ എനിക്ക് കുറേ നാളായിട്ട് പരിചയമുള്ളതാണ്. ഷെരീഫിക്കായിട്ട് പരിചയപ്പെട്ടത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ, ദുബായിൽ വെച്ച് കാണുമ്പോഴും നാട്ടിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു സിനിമ ചെയ്യാം, സ്ക്രിപ്റ്റ് വന്നാൽ പറയണം, അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അത് ചുമ്മാ ഞാനപ്പോൾ വിചാരിച്ചത് ചുമ്മാ തമാശക്ക് പറയുന്നതാണ് എന്ന് വിചാരിച്ചത്. പക്ഷെ പറഞ്ഞ് വലിയ കാര്യമായി. അതങ്ങനെ കാട്ടാളം എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പോളിറ്റിനെ പറ്റി പറയാനുള്ളത്, പോള് നേരത്തെ എന്നെ പറ്റി പറഞ്ഞിട്ട് ഒരു 5 സ്ക്രിപ്റ്റ് അവൻ എഴുതി, അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോള് വന്ന് കഥ പറയും, ഞാൻ നമുക്ക് ചെയ്യണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പോള് പ്രൊഡ്യൂസേഴ്സിനെ അടുത്ത് പോകും. അപ്പൊ അത് നടക്കൂല. അപ്പൊ എനിക്ക് പോളിന് കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിന് പരിഭവമില്ല. സ്ക്രിപ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ സിനിമ നടക്കണമെന്ന് പറഞ്ഞാൽ പോളിന് ഒരു സങ്കടമില്ല. പോള് എപ്പോഴും കീപ് വർക്കിംഗ് ആണ്. അടുത്ത സ്ക്രിപ്റ്റ് എഴുതും, അപ്പോഴും അത് പരാജയപ്പെടും, അടുത്ത സ്ക്രിപ്റ്റ് എഴുതും, പിന്നെ എഴുതി ഇങ്ങനെ പോള് കാട്ടാലേക്ക് എത്താണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ. നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ പോളെ അറിയാം, നമുക്ക് പൊളിക്കണ്ടേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ജെറോമിന്റെ വീട്. അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞ് നടന്ന ആൾക്കാരാണ്. അപ്പോൾ അവനെയും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ജെറോം കൂട്ടുകാരെല്ലാവരും കൂടി, ജെറോം സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതേപോലെ തന്നെ ജോബിച്ചേട്ടനായിട്ട് പരിചയമുണ്ട്, പോളായിട്ട് പരിചയമുണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് പടം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ, ആ ഭാഗ്യം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഈ സപ്പോർട്ട് ഇനി നമ്മുടെ കാട്ടാളൻ സിനിമയ്ക്ക് ഉണ്ടാവണം. നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.